ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് ഈ വരാൻ പോകുന്ന 2025 വർഷങ്ങളിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാംസുകൾ, അതുപോലെ തന്നെ LSTDയിലൊക്കെ ഈ ഓവർസിയർ എക്സാംസുകൾ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ഹാർബർ ഗ്രേഡ് 1 and 2 നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KWA ഗ്രേഡ് 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് എക്സാംസുകൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ 1-2 മാസങ്ങളിൽ ഓരോ എക്സാം, ഓരോ ഓവർസിയർ എക്സാം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിലായിട്ട്, അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന 2025 നമുക്ക് ഒരുപാട് എക്സാംസുകളാണ് സിവിൽ കഴിഞ്ഞ ആളുകൾക്ക്, സിവിൽ ITI ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് ഓവർസിയർ എക്സാംസുകൾ എന്ന് പറഞ്ഞു വരാനുള്ളത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു പുതുവർഷത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നമ്മൾ പഠിച്ച ഈ ഫീൽഡിൽ, സിവിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ആ സിവിൽ ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേടിയെടുക്കാം. ഈ വരുന്ന ജനുവരി 9 തുടങ്ങുന്ന പുതിയ ഓവർസിയർ ലൈവ് ബാച്ചിലൂടെ. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരോ വേറെ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾ എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഈ ഒരു ഓവർസിയർ ബാച്ച് എന്ന് പറയുന്നത് 5th ലൈവ് ബാച്ച് ആണ് വരുന്നത്. കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും. ജനുവരി 9 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസുകളാണ്, ഒരുപാട് ആൾക്കാർ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ക്ലാസ്സിന്റെ കാര്യങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള പേടി, കൺഫ്യൂഷനോ അല്ലെങ്കിൽ ടെൻഷനോ നിങ്ങൾക്ക് വേണ്ട. 100% അതിനപ്പുറം ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്നല്ല പറയുന്നത്. കറക്റ്റ് സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസുകളിൽ എന്തൊക്കെയാണ് ആ എക്സാംസുകളിൽ ചോദിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ വരിക, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെ ടോപ്പിക്സുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആദർ സാറും ഞാനും അതുപോലെ മേഘ്ന മിസ്, നിഖിൽ സർ, അസ്ന മിസ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈവ് ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ ആ ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അതിന് കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ പിന്നെ റിവൈസ് ചെയ്യാം, പിന്നെ രണ്ടാമത് പഠിക്കാം. അതല്ല, നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകൾ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ റെക്കോർഡ് കാണാമെന്നാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് പെൻഡിങ് വരുമ്പോൾ പിന്നെ നമുക്ക് മടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വർക്ക് ചെയ്യുന്നവരോ അതല്ലെങ്കിൽ എല്ലാ ലൈവിലും കയറാൻ പറ്റാത്തവരാണെങ്കിൽ നോ പ്രോബ്ലം, ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ കോഴ്സ് കഴിയുന്നത് വരെ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 year ആണ്. ഈ 1 yearനുള്ളിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. എക്സാംസുകൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ലൈവിൽ കയറാൻ പറ്റാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ടൈം ടേബിൾ വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ്സുകളും കറക്റ്റ് റെഗുലർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ പറഞ്ഞു ഏകദേശം നിങ്ങൾക്ക് 2 to 3 hour പെർ ഡേ ക്ലാസ്സുകളാണ് വരിക. ചിലപ്പോൾ 4 hour ആവാം, 5 hour ആവാം, ചിലപ്പോൾ 2 hour ആയിരിക്കാം. അപ്പൊ എന്നാലും ഒരു ആവറേജ് 2 to 3 പെർ ഡേ ആണ് വരെ. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യും. ഏത് സമയത്താണ് ക്ലാസ് എന്ന് പറയുന്നത് 1 hour സെഷനുകളായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സർവേ എടുക്കുന്നു 1 hour ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്തത് ഏതായിരിക്കും, ബിൽഡിംഗ് മെറ്റീരിയൽ. അങ്ങനെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് 1 hour ലൈവ് സെഷനുകളായിട്ടായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം 6 ദിവസം 5 to 6 days വീക്കുകളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന ITI ഡിപ്ലോമ ലെവൽ വരുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാം ആയിക്കോട്ടെ, ഓവർസിയർ 2 എക്സാം ആയിക്കോട്ടെ, ഓവർസിയർ 3rd ഗ്രേഡ് എക്സാംസുകൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും ഈ പറഞ്ഞ എക്സാംസുകൾ നല്ലൊരു റാങ്ക് വാങ്ങി വെറുതെ കട്ട് ഓഫ് കവർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നാകരുത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറിയതുകൊണ്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. നമുക്ക് എന്ത് വേണം, നല്ലൊരു റാങ്ക്, ഒരു 50ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 100ന്റെ ഉള്ളിൽ റാങ്ക് വാങ്ങിയിട്ട് നമുക്ക് എന്ത് വേണം, അഡ്വൈസ് വരണം, ജോലിയിൽ കയറണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച സിവിൽ ടോപ്പിക്കിൽ തന്നെ ജോലിയിൽ കയറുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. നമുക്ക് നമ്മുടെ കരിയറിൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമുക്ക് നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയൊരു സമയമാണ് 2025 കേട്ടോ. ഒരുപാട് എക്സാം ആണ് ഓൾറെഡി വിളിച്ചു കിടക്കുന്നത്. ഒരുപാട് എക്സാം ആണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. LSTDയിലും PWD ഇറിഗേഷനിലൊക്കെ ഗ്രേഡ് 1, 2, 3 എക്സാംസുകളൊക്കെ നമുക്ക് ഈ 2025 വിളിക്കാനുള്ള എക്സാംസുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും. സോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല പെർഫോമൻസ് എക്സാമില് കാഴ്ചവെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ കേസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയായിരിക്കും. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കുട്ടികൾക്ക് അതൊരു ബേർഡൻ ആവാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് സൈലത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ പറയുന്ന 500-നടുത്ത അവറുകൾ വരുന്ന ഓവർസിയറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക്
പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളും അതിന്റെ തന്നെ റെക്കോർഡുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഓവർസിയർ എക്സാംസുകളൊക്കെ ഇപ്പൊ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസുകളും ചോദിക്കുന്നത് നിമി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഓരോ ഫാക്കൽറ്റീസും ഓരോ സബ്ജക്റ്റുകളും അതിൽ നിമിയിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമി ബേസ്ഡ് പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എക്സാംസിന് സ്കോർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു നിങ്ങളുടെ ബാച്ചിൽ ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ ഉണ്ടാവും. ആ മെന്ററായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പുകളുമായി മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 500-ലധികം ക്ലാസ്സുകൾ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു തീർത്താലും നമുക്ക് റാങ്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല. കാരണം എന്താ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ടെസ്റ്റ് സീരീസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ഡിസ്കഷൻ റിവിഷൻ സീരീസുകൾ, സ്റ്റഡി മെറ്റീരിയൽസുകൾ, ടെസ്റ്റ് സീരീസുകളൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക്സുകൾ തീരുന്നതിനനുസരിച്ച് അതിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് സബ്ജക്റ്റുകൾ തീരുന്നതിനനുസരിച്ച് സബ്ജക്ട് ടെസ്റ്റുകൾ, പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ. അപ്പൊ നിങ്ങൾക്ക് തന്നെ കുറെ ക്ലാസ്സുകളും ടെസ്റ്റുകളും കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഏതാദ്യം തുടങ്ങണം, ഏത് പഠിച്ചു തുടങ്ങണം, ഏതാണ് ആദ്യം പഠിക്കണം, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിന് സൊല്യൂഷൻ ആയിട്ട് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ മെന്റർ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മന്തിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന എക്സാം ആയിരിക്കും, ഓക്കെ കഴിഞ്ഞ സബ്ജക്റ്റുകൾ. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ അപ്പൊ നമ്മുടെ ഈ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മള് ഏറ്റവും മികച്ച ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് വരുന്നതാണ്. നിങ്ങളുടെ 3,999 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ ഒരു എൻറ്റയർ ഓവർസിയർ കോഴ്സ് കംപ്ലീറ്റ്ലി ലൈവ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഈ കേരളത്തില്. അപ്പൊ അതുകൊണ്ട് 3,999 മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് വരുന്നത്. ഓഫർ പ്രൈസിലാണ് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്കാണ് ഈ ഒരു ഫീസിൽ അല്ലെ. ഈ ഒരു 3,999 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ നമുക്ക് ഇത്രയും മികച്ച ക്ലാസ്സുകൾ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസിലേക്ക് നോക്കുന്നവരാണെങ്കിൽ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചോ അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ചോ കൂടുതലായിട്ടുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9995100800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോ ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന ജനുവരി 9-നാണ് നമ്മുടെ പുതിയ ഓവർസിയർ ലൈവ് ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അന്ന് എല്ലാവരും എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന എക്സാംസുകൾക്ക് നോക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഈ ഒരു ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അന്ന് ജനുവരി 9-ന് കാണാം. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.